എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ നിലവിലുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ലഘു മേഘവിസ്ഫോടനം ഉണ്ടായി എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ അറിയിച്ചു. സെപ്റ്റംബർ മാസം 7 വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ കനത്തതോടുകൂടി വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു. കക്കാട്ടാറിലേക്കാണ് ജലം ഒഴുക്കിവിടുന്നത്. ജലം ഒഴുക്കിവിടുന്നതിനാൽ കക്കാട്ടാർ കരകവിഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയായിരുന്നു വളരെ വലിയ രീതിയിൽ തന്നെ മഴ അവിടെ പെയ്യുകയും അതിനുശേഷം ഡാമിന്റെ ഷട്ടർ പെട്ടെന്ന് തുറക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. വൈകിട്ട് 5:30 മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് 190 മീറ്ററിലേക്ക് എത്തിയിരുന്നു. ജലനിരപ്പ് 192.63 മീറ്ററിലേക്ക് എത്തിയതോടെയാണ് ഒരു ഷട്ടർ തുറന്നത്. കക്കാട്ടാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നതിനാൽ മഴ ശക്തമാകും. മാത്രമല്ല 2 ചക്രവാത ചുഴിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ എത്തിയിരിക്കുന്നത്. പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മലയോര മേഖലകളിൽ വളരെ പെട്ടെന്ന് തന്നെ മഴയുണ്ടാകുകയും കൂടാതെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം വളരെയധികം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. ഇത് കൂടാതെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ഗവി റൂട്ടൊക്കെ അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. പാലങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതുതന്നെയായാലും ഇടുക്കി ജില്ലയിലും മഴ ശക്തമാവുകയാണ്. ആലപ്പുഴ ജില്ലയിലും ഇന്ന് മഴ ശക്തമാകും എന്നാണ് റിപ്പോർട്ട്. യെല്ലോ അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല ജില്ലകളിലും. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിലാകമാനം ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നും മധ്യ വടക്കൻ കേരളത്തിലായിരിക്കും മഴ കൂടുതൽ ലഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതുതന്നെയായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകും. എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾ, മലയോര മേഖലകളിൽ അതുപോലെ തന്നെ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖലയിൽ താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോന്നി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പമ്പയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റ് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് എത്തിയിരിക്കുന്നു. ഇത് തന്നെയായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. മഴ കനക്കുകയാണ്.